പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ രാഷ്ട്രീയ വിശകലനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോയുടെ തുടക്കത്തിൽ ഞാനിന്നൊരു വാർത്ത വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഫെബ്രുവരി 9 6:48 PM 6:48 PM വരുന്ന വാർത്തയാണ്. കേരള ഹൈക്കോർട്ട് ഓർഡേഴ്സ് വിജിലൻസ് എൻക്വയറി ഇൻടു അലleged ഗോൾഡ് മിസ്അപ്രോപ്രിയേഷൻ ഡ്യൂറിംഗ് 2017 ഫ്ലാഗ് മാസ്റ്റ് ഇൻസ്റ്റലേഷൻ അറ്റ് ശബരിമല എന്നുള്ളതാണ് വാർത്ത. അതിൻ്റെ ഒരല്പം ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, കേരള ഹൈക്കോർട്ട് ഓൺ മൺഡേ directed the Director, Intelligence Anti-Corruption Bureau to constitute a team of competent officers to conduct an inquiry into the alleged misappropriation of gold and cash in connection with the installation of a new temple flag mast in 2017. The division bench comprising Justice Raja Vijayaraghavan B and Justice K.V. Jayakumar was considering the suo motu petition initiated for court-monitored investigation into the high-profile case relating to misappropriation of gold from the Shabarimala temple. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തുടരന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന അറസ്റ്റിനെ സംബന്ധിച്ചൊക്കെയുള്ള സൂചനകൾ ലഭിക്കുന്നു. പോറ്റി പുറത്തു പോയതിനുടനെയാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. കൂടുതൽ സംസാരിക്കാതെ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ധർമ്മടം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൊന്നായ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ധർമ്മടം അസംബ്ലി നിയോജക മണ്ഡലം ജാദവ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ പാതയിലാണോ എന്നുള്ളതാണ്. എന്താണ് ജാദവ്പൂരിൻ്റെ പ്രത്യേകത? അത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലമാണ് ജാദവ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം. അവിടെ എന്താണ് 2011 സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. തൃണമൂൽ കോൺഗ്രസ്സിലെ മനീഷ് ഗുപ്ത 1,3972 വോട്ടുകളാണ് 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. 87,288 വോട്ടുകളുമായി ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന CPMൻ്റെ മുതിർന്ന നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ സഖാവ് 2ാം സ്ഥാനത്തായിരുന്നു. അവിടെ 78.41% ആളുകൾ ആ തെരഞ്ഞെടുപ്പിൽ ഈ അസംബ്ലി സെഗ്മെൻറ്റിൽ വോട്ട് ചെയ്തിരുന്നു. 16,684 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അത്രയൊന്നും അറിയപ്പെടാതിരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മനീഷ് ഗുപ്ത അവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യയെ പരാജയപ്പെടുത്തിയത്. തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 അവിടെ CPMൻ്റെ പ്രതിനിധി വിജയിച്ചു വരുന്നുണ്ട്. പക്ഷേ ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ പരാജയപ്പെട്ടു. മാത്രവുമല്ല, പശ്ചിമ ബംഗാൾ നിയമസഭയിൽ 40 സീറ്റുകളിൽ മാത്രം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമയത്ത് CPM പാർട്ടി പോയി എന്നുള്ളതാണ്. അതിനകത്ത് ഒരല്പം വസ്തുത നമുക്ക് പരിശോധിക്കാം. അവിടെ 176 സീറ്റുകളുണ്ടായിരുന്ന CPMനാണ് അവിടെ 40 സീറ്റുകളിലേക്ക് പരിമിതമായത്. 294 അസംബ്ലി സെഗ്മെൻറ്റ്സാണ് പശ്ചിമ ബംഗാളിലാകെയുള്ളത്. അതിൽ 40 സീറ്റുകളിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ 2011 കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ജാദവ്പൂരിൻ്റെ പാതയിലാണോ ധർമ്മടം എന്ന് ചോദിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ധർമ്മടം സഖാവ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ അനുഭവിച്ചതിനേക്കാൾ വലിയ ഒരു തിരിച്ചടി ഇവിടെ CPMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നുണ്ടോ? അതിൻ്റെ 2 സൂചനകൾ ഞാൻ പറയാം. CPIയെ പ്രതിനിധീകരിച്ച് മന്ത്രിയായിരുന്ന ഒരു സഖാവാണ് സഖാവ് C. ദിവാകരൻ. നമുക്ക് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ നിമിഷങ്ങളെ
അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള കഴിവുകളുടെ പേരിലാണ്. അപ്പോൾ ആ മേഖലയിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ പൊതുസമൂഹം അറിയേണ്ടതുള്ളൂ. മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം, പൊതുപ്രവർത്തകർ സ്വകാര്യ ജീവിതത്തിലും സംശുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വളരെ പഴയ ഒരു സംഭവം ഓർത്തെടുത്ത് ഒരാൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ആരെക്കുറിച്ചാണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ, ആരെക്കുറിച്ചാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളെ അത് ദോഷകരമായി ബാധിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പൊരിക്കൽ ഒരു CPM-ൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി നയിച്ചിരുന്ന ഒരു ജാഥയ്ക്കിടയിൽ അന്തരിച്ച മുൻ CPM-ൻ്റെ നേതാവ് സഖാവ് ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലൊരുക്കിയ ഭക്ഷണത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരുന്ന ഒരു മത്സ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്ന് C. ദിവാകരൻ പറയുന്നു. ഒന്ന്, ഭരണം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു. പിണറായി വിജയൻ ഡിക്റ്ററ്റോറിയലാണ്, ഒരു ഏകാധിപതിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തെ ഇനി രഹസ്യമായി, അതായത് സാധാരണ തമ്മിൽ മുന്നണിയുടെയും പാർട്ടിയുടെയും അച്ചടക്കത്തിൻ്റെ ഭാഗമായി ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഉന്നയിക്കുക എന്നതാണ്. പുറത്തത് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? പുറത്തത് പറയുമ്പോൾ ഈ വ്യക്തിയും ഈ മുന്നണിയും വലിയ തിരിച്ചടി നേരിടണമെന്ന് ഈ പറയുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് അത് പോകുന്നുണ്ട് എങ്കിൽ ഇടതുപക്ഷം വലിയ തിരിച്ചടിയെ നേരിടാൻ പോകുന്നുവെന്ന് സഖാവ് C. ദിവാകരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, PJ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിനെ, ചില ആളുകൾ പറയുന്നത് കേരള കോൺഗ്രസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, കാരണം യഥാർത്ഥ കേരള കോൺഗ്രസ് അവരാണ്, അതുകൊണ്ട് അവരുടെ പേരിൻ്റെ ബ്രാക്കറ്റിൽ മറ്റൊന്നുമില്ല. എന്തായാലും PJ ജോസഫ് വിഭാഗം നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൻ്റെ ആ കേരള കോൺഗ്രസിനെ തങ്ങളുടെ കൂട്ടത്തേക്ക് ക്ഷണിച്ചിട്ട്, അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരെ ഒന്നുകിൽ ഇടതുമുന്നണിയിലേക്കോ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാകാനും ക്ഷണിക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ജോസ് കെ മാണി പറയുന്നത് കണ്ടത് ഇങ്ങനെയാണ്: നെക്ക് ടു നെക്ക് ഫൈറ്റാണ് ഇവിടെ ഉള്ളത് എന്ന് അദ്ദേഹം നൽകിയൊരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചത് എന്താണ്? കേരളത്തിൽ CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നണിയിൽ ഇപ്പോൾ നയിക്കുന്ന സർക്കാരിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികളാണ് CPI-യും അതുപോലെ തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും. ഇതിൽ രണ്ടിൻ്റെയും നേതാക്കൾ നടത്തിയിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ, അല്ലെങ്കിൽ ബിനോയ് വിശ്വം നേരത്തെ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ കാറിൽ കയറ്റി കൊണ്ടുപോയതിനെക്കുറിച്ച് പറയാൻ കാണിച്ച ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വ്യക്തമായ ചില കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊന്ന്, കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനും അപ്പുറത്തേക്ക് എന്താ പറയുക, നമ്മൾ സോഷ്യൽ റിഫോർമേഷൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് സോഷ്യൽ റിഫോർമേഷൻ ഇൻ കേരള. അതായത് ഇപ്പോൾ എന്താ പറയുക, സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളാണുള്ളത് പോലെയുള്ള വളരെ പുരോഗമനപരമായ ആശയം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. ഇതിപ്പോൾ പറയാൻ കാരണം, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് നമ്മൾ പറയാൻ കാരണം, പല സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമൊക്കെ പൊതുവിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കാറുള്ളത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട കവിയും സാഹിത്യകാരനുമായ സച്ചിദാനന്ദൻ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെക്കുറിച്ച്, തുടർഭരണം നമുക്ക് ഗുണകരമല്ല, തുടർഭരണം ഉണ്ടാകുന്നത് ആ പാർട്ടിയെ നയിക്കുന്ന ആളെയും അല്ലെങ്കിൽ മുന്നണിയെ നയിക്കുന്ന ആളെയും ഏകാധിപത്യ പ്രവണതയിലേക്ക് കൊണ്ടുപോകുമെന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ സാംസ്കാരിക ഭൂമികയിൽ നിന്ന് ഈ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നു. അതുപോലെ തന്നെ UDF ആകട്ടെ വളരെ ഞാൻ ഈയിടെ ശ്രദ്ധിച്ചൊരു കാര്യം, VD സതീശൻ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അത് UDF-ൻ്റെ ഒരു വിജയമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുകയാണ്, പേരുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് അതായത് അദ്ദേഹം അപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പേര് സൂചിപ്പിക്കുന്നുണ്ട്, സണ്ണി ജോസഫിൻ്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട്, PJ ജോസഫിൻ്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന, ഇൻക്ലൂസീവായ, താരതമ്യേന കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നു, ഒരു അനൈക്യത്തിൻ്റെ ഒരു വേദി. അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ ഐക്യത്തോടു കൂടി കോൺഗ്രസ് മുന്നേറുകയും അതുപോലെ തന്നെ ഇന്നൊക്കെ വരുന്ന വാർത്തകൾ തൃശ്ശൂരിലെയും
ഇന്നവരെയൊക്കെ വരുന്ന വാർത്തകൾ തൃശ്ശൂരിലെയും കോഴിക്കോട് ജില്ലയിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി. ഇന്ന് ഞാൻ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു ഭാഗമായി വായിച്ചത് 92 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്, അതായത് ഒരു മണ്ഡലത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ സജഷൻ വരുന്നുണ്ടാവും. പക്ഷേ 92 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ UDF വളരെ ഒരുക്കങ്ങളോടുകൂടി, അതായത് നമ്മൾ ഓർത്ത് നോക്കൂ, 2001 കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ മാറ്റി പകരം ലീഡർ പറഞ്ഞ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച ചരിത്രമുണ്ട് കേരളത്തിലെ കോൺഗ്രസ്. അവിടെ നിന്നൊക്കെ മാറി വളരെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി, എന്നിട്ടും 2001 പോയി വിജയമുണ്ട് അതുവരെയൊക്കെ. അപ്പോൾ വളരെയധികം ചിട്ടയോടുകൂടി ഐക്യത്തോടുകൂടി കോൺഗ്രസും UDFും മുന്നേറുന്നതായി നമ്മൾ കാണുന്നു. അതേസമയം മുന്നണിയെ നയിക്കുന്ന സഖാവ് പിണറായി വിജയനെ കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കാൻ CPIയുടെ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ബിനോയ് വിശ്വവും ഇപ്പോൾ സഖാവ് C ദിവാകരനും ഒക്കെ തയ്യാറാകുന്നു. അതുപോലെ തന്നെ CPMൻ്റെ ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ CPMൻ്റെ പ്രതിനിധി വിജയിച്ചുവെന്ന പയ്യന്നൂരിൽ നിന്നും V കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പോലെയുള്ള ഒരാൾ പാർട്ടി സ്വീകരിച്ച ഈ രക്തസാക്ഷി ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കൊല്ലം ജില്ലയിൽ മറ്റൊരു CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്ന് നമുക്ക് തരുന്നൊരു പിക്ചറുണ്ട്. അത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാനിത് അവസാനിപ്പിക്കുന്നു. ഇന്ന് മലയാള മനോരമ ചാനൽ പുറത്തുവിട്ട ഒരു സർവേ പ്രകാരം പിണറായി വിജയൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും മോശമായി വിലയിരുത്തുന്നവരുടെ ശതമാനം എന്ന് പറയുന്നത് അവിടെ സർവേ പ്രകാരം 51.3%. അപ്പോൾ ഈ സർവേകളെ 100% അങ്ങനെ ഞാൻ അത് ശരിയാണെന്ന് കരുതുന്നില്ല. കാരണം പല തെരഞ്ഞെടുപ്പുകളിലും മാർച്ച് മാസം അവസാനം നടന്ന സർവേ ഫലങ്ങൾ പോലും യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഫലങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ നോ സർവേ ഹാസ് എവർ പ്രിഡിക്റ്റഡ് ഇലക്ഷൻ റിസൾട്ട് പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു വീഡിയോ എൻ്റെ ചാനലുണ്ട്. അത് കണ്ടാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതേസമയം 2 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇനി ഇടതുപക്ഷം തുടരുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അതിലൊന്ന് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം ഉണ്ടായാൽ ആ കൃത്രിമത്വം ഉള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതിനകത്ത് മിസ്അപ്രോപ്രിയേഷൻ കൊണ്ടുവരാൻ LDFന് മറ്റ് പല ശക്തികളുടെയും പിന്തുണ ലഭിച്ചേക്കാം. അപ്പോൾ ഒന്നുകിൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചു വരും. അതല്ലെങ്കിൽ BJPക്ക് ഒട്ടുമേ വിജയസാധ്യതയില്ലാത്ത എന്നാൽ ചെറിയ മാർജിനിൽ ഇടതുപക്ഷമോ അല്ലെങ്കിൽ UDFോ വിജയിച്ചു വരുന്ന അസംബ്ലി സെഗ്മെൻറ്റ്സിൽ BJPയുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ആയി പോളി ചെയ്യപ്പെടുക. ഈ 2 സാഹചര്യങ്ങളും ഉണ്ടായില്ല എങ്കിൽ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ കൺക്ലൂഷനിൽ എനിക്ക് പറയാനുള്ളത്.